ഒരു മനുഷ്യൻ സൗമ്യമായി നിങ്ങളോടൊരു കൊലപാതകത്തെ പറ്റി സംസാരിക്കുന്നു. പിന്നീട് നിങ്ങളോട് അയാൾ ചോദിക്കുകയാണ്, ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്തിനെ കൊല്ലുന്നതിലാണെന്നറിയാമോ? ആ ചോദ്യം ചോദിക്കുന്ന ആൾ മമ്മൂട്ടിയാണെങ്കിലോ, ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്തിനെ കൊല്ലുമ്പോഴെന്നറിയോ? 2009 കർണാടകത്തിലെ അനിത എന്ന യുവതിയുടെ തിരോധാനം ഒരു കൊടും കുറ്റവാളിയിലേക്ക് പോലീസിനെ എത്തിക്കുന്നു. 20ഓളം യുവതികളെ പറ്റിച്ച് റേപ്പ് ചെയ്ത് സ്വർണമൊക്കെ കൈക്കലാക്കി സയനൈഡ് കൊടുത്തുകൊന്ന മോഹൻ എന്ന പ്രതി ഇപ്പോഴും ജയിലിലാണ്. മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന കളംകാവൽ മൂവി ഈ കഥ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു റിയൽ ലൈഫ് കില്ലർ കേസ്. എന്താണ് സയനൈഡ് മോഹൻ കേസ്? പുതിയ പരീക്ഷണങ്ങളിലൂടെ പ്രേക്ഷകരെ എന്നും വിസ്മയിച്ചിട്ടുള്ള മമ്മൂട്ടി ഒരു ഡബിൾ ക്യാരക്ടറായി വീണ്ടും വരുന്നു. ആദ്യം തനിക്ക് വന്ന ഈ സിനിമ മമ്മൂട്ടി ചെയ്താൽ നന്നായിരിക്കും എന്ന് പൃഥ്വിരാജ് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? മമ്മൂട്ടിയുടെ ഒരു കൊടും വില്ലൻ റോളാണോ ഇനി വരാൻ പോകുന്നത്? മമ്മൂട്ടി ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞു വെക്കുന്നത് ഒരു ഗുഡ് സോൾ ക്യാരക്ടർ അല്ല വരാൻ പോകുന്നത് എന്നാണ്. എന്തായിരിക്കും ഈ സിനിമ പറയാൻ പോകുന്നത്? ഹെൽത്ത് ഇഷ്യൂ കാരണം ഒരു കൊല്ലത്തോളം സിനിമയിൽ നിന്ന് മാറി നിന്ന മമ്മൂട്ടി വീണ്ടും ഒരു വില്ലൻ ക്യാരക്ടറായി വരുന്നു. ആർ യു എക്സൈറ്റഡ്? നമുക്ക് സിനിമയെ പറ്റി സംസാരിക്കാം. ട്രെയിലറിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് അനാലിസിസ് ചെയ്യാം. സയനൈഡ് മോഹൻ എങ്ങനെ സിനിമയുമായി കണക്ട് ചെയ്യുന്നു എന്ന് നോക്കാം. ഹലോ ഓൾ, ദിസ് ഈസ് ഹേസന. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങളുടെ മനസ്സിൽ സിനിമയുണ്ടെങ്കിൽ, സിനിമയെ ഒരു വികാരമായി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വന്നിരിക്കുന്നത് കൃത്യമായ ചാനലിലാണ്. വി വിൽ ടോക്ക് അബൌട്ട് സിനിമ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മമ്മൂട്ടി ഒരു വില്ലൻ കഥാപാത്രത്തിലെത്തുന്ന, വിനായകൻ ഒരു നായക കഥാപാത്രത്തിലെത്തുന്ന കളംകാവൽ ഈ വരുന്ന ഡിസംബർ 5 വേൾഡ് വൈഡ് തിയേറ്ററുകളിൽ എത്തുകയാണ്. പുതുമുഖ സംവിധായകൻ ജിതിൻ കെ ജോസ് ആണ് സിനിമയുടെ സംവിധായകൻ. മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മാണം. ഇത് മമ്മൂട്ടി കമ്പനിയുടെ കീഴിലുള്ള 7ാമത്തെ ചിത്രമാണ്. ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഇതൊരിക്കലും മാസ് ഹീറോ ടൈപ്പ് മൂവിയല്ല. ഒരു സ്ലോ ബേൺ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലറാണ് വരാൻ പോകുന്നത്. ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് ആണ് ചിത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ട്രെയിലറിൽ മനസ്സിലായ കുറച്ച് കാര്യങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാം. ഇനി പറയാൻ പോകുന്നത് ട്രെയിലർ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. ഇത് ശരിയാവാനും ആവാതിരിക്കാനും സാധ്യതയുണ്ട്. ട്രെയിലർ തുടങ്ങുന്നത് SJ ഇതിന്റെ കോട്സോട് കൂടിയാണ്. ദ വെനം ബിനീത് കാൻ ബി സപ്രസ്ഡ് ഫോർ എവർ. ഒരു മനുഷ്യൻ എത്ര ഒളിപ്പിച്ചു വെച്ചാലും അയാളുടെ ഉള്ളിൽ വിഷമുണ്ടെങ്കിൽ അത് പുറത്ത് ചാടുമെന്ന് ഇത് പറയുന്നു. മമ്മൂട്ടിയുടെ ക്യാരക്ടറിനെ പറ്റി തന്നെയാണ് ഇത് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. 2020 കേരള തമിഴ്നാട് ബോർഡറിലെ ഒരു കോട്ടായിക്കാണം എന്ന ഗ്രാമപ്രദേശത്താണ് സിനിമ നടക്കുന്നത്. ഒരു ചെറിയ പ്ലോട്ടിലൂടെയാണ് ട്രെയിലർ കഥ പറയുന്നത്. ഒരു ചെറിയ ഗ്രാമത്തിൽ രണ്ടുപേർ തമ്മിൽ നടക്കുന്ന ഒരു ചെറിയ അടിപിടി കേസ്. ആ അടിപിടി ഒരു ലഹളയായി മാറുകയും ആ ഗ്രാമം അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. കേരള പോലീസിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് അന്വേഷിക്കാൻ വരുന്നു. വിനായകന്റെ ക്യാരക്ടർ ആവണം ആ ടീമിലെ ഹെഡ്. ഒരു ചെറിയ ലഹള അന്വേഷിക്കാൻ വന്ന പോലീസ് ഒരു വലിയ ക്രൈം സ്റ്റോറിയിലേക്ക് എത്തപ്പെടുന്നു. മേ ബി എ സീരിയൽ കില്ലർ. അവർ അന്വേഷിക്കുന്നത് ഒരു വലിയ കൊലപാതക പരമ്പരയുടെ സ്റ്റാർട്ടിങ്ങിൽ നിന്നുമായിരുന്നു. അവിടെയാണ് ടൈറ്റിൽ കൂടെ കാണിച്ച ടാഗ് ലൈൻ നമുക്ക് കഥ പറഞ്ഞു തരുന്നത്, ദ വെനം ബിനീത്. അവിടെ സംഭവിച്ച ലഹള ഒരു സർഫസ് മാത്രമായിരുന്നു. അതിന്റെ ഉള്ളിൽ കുറെ വർഷങ്ങളായി ഒളിപ്പിച്ചു വെച്ച കുറെ കൊലപാതക പരമ്പരകൾ. ഒരു ചെറിയ ലഹള അന്വേഷിക്കാൻ വന്ന പോലീസ് ഒരു വലിയ ക്രൈം സ്റ്റോറിയിലേക്ക് എത്തപ്പെടുന്നു. മേ ബി എ സീരിയൽ കില്ലർ. ട്രെയിലറിൽ നമുക്ക് പോലീസ് കേസ് അന്വേഷിക്കുന്നതും അവർക്ക് ഞെട്ടിക്കുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നതും ഒക്കെ കാണാം. കുറെ ബോഡികൾ കിട്ടുന്നതും പെൺകുട്ടികൾ മിസ്സാവുന്നതിനെ പറ്റിയും ഒക്കെ ഐഡിയ ലഭിക്കുന്നു. അവിടെ പോലീസിന് മനസ്സിലാകുന്നു അവർ ഒരു കൊലപാതകം മാത്രമായിരുന്നില്ല ചേസ് ചെയ്യുന്നത്, ഒരു കൊലപാതക പരമ്പര തന്നെയായിരുന്നു. അതിന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന സീരിയൽ കില്ലറിനെ ആയിരുന്നു. സിനിമ അനൗൺസ് ചെയ്തപ്പോൾ മുതൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഹീറോ ഓർ വില്ലൻ ഓർ സംതിങ് എൽസ്? മമ്മൂട്ടി ഇന്റർവ്യൂയിലൊക്കെ ഹീറോ അല്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. മമ്മൂട്ടി ഇപ്പോഴും തന്റെ സിനിമാ കരിയറിലെ അഭിനയം മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വരയ്ക്കുന്നവരും കൂടുതൽ മിനുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അഭിനയ ചക്രവർത്തി. അതുപോലെ തന്നെ കഥ കേട്ടപ്പോൾ മമ്മൂട്ടിക്ക് 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഹി ക്യാൻ സെലക്ട് ഹീറോ ആൻഡ് വില്ലൻ റോൾ. ഒരു സംശയവും കൂടാതെ മമ്മൂട്ടി ഈ റോൾ സെലക്ട് ചെയ്തു. ഇത് വില്ലനാണോ നായകനാണോ എന്ന് നമുക്ക് ഡിസംബർ 5 അറിയാം. പക്ഷേ ഇതൊരു ഡാർക്ക് സൈഡ് ക്യാരക്ടറാണെന്ന് 100% ഉറപ്പാണ്. ട്രെയിലറിൽ മമ്മൂട്ടി അവസാന ഭാഗത്ത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എന്തിനെ കൊല്ലുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്ന്. ഇതൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ഒരൊറ്റ ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ, മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ക്യാരക്ടർ സീരിയൽ കില്ലർ സയനൈഡ് മോഹന്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണോ? ഇന്റർവ്യൂകളിൽ അണിയറ പ്രവർത്തകരും മമ്മൂട്ടിയും ഒക്കെ പറയുന്നത് സിനിമയിൽ സയനൈഡിന് ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ടെന്നും 21 ഫീമെയിൽ ക്യാരക്ടർ കണക്റ്റഡ് ആണെന്നും ഒക്കെയാണ്. സിനിമ അനൗൺസ് ചെയ്തത് മുതൽ കേൾക്കുന്ന ഒരു പേരാണ് സയനൈഡ് മോഹൻ. 2003 2009 ഇടയിൽ കർണാടകയിൽ കല്യാണം കഴിക്കാൻ സാധിക്കാത്ത സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകി കൂടെ കൂട്ടി അവരുടെ സ്വർണ്ണമെല്ലാം കവർന്ന് റേപ്പ് ചെയ്ത് സയനൈഡ് കൊടുത്തു കൊന്നുപേക്ഷിച്ച ഒരു കൊലപാതകയാണ് സയനൈഡ് മോഹൻ. 2009 ഒക്ടോബർ 21 ഈ കുറ്റവാളിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. 20 കൊലപാതകവും അയാൾ ഏറ്റുപറഞ്ഞു. ഇപ്പോഴും ജയിലിൽ തന്നെയാണ് ഇയാൾ. സിനിമയിലെ ട്രെയിലറും അല്ലാതെയും പറയുന്ന കൊലപാതകങ്ങളും മറ്റുമൊക്കെയാണ് ഈ ക്യാരക്ടറിലേക്ക് സിനിമയെ കണക്ട് ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിച്ചത്.
മമ്മൂട്ടി പക്ഷേ ഇത് കൃത്യമായി ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. സയനൈഡ് മോഹന്റെ ഡയറക്റ്റ് കോപ്പി അല്ലെന്നും, പക്ഷേ സയനൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. സിനിമ എപ്പോഴും റിയൽ ലൈഫ് സ്റ്റോറിയും ഫിക്ഷനും കമ്പൈൻ ചെയ്തുള്ളതായിരിക്കും. ചിലപ്പോൾ ഈ സിനിമ ആ കഥ തന്നെയായിരിക്കും, ചിലപ്പോൾ അതിനേക്കാൾ ക്രൂരമായ ഒരു ക്യാരക്ടർ. എന്താണ് കളങ്കാവൽ? എന്താണ് ഇതിന്റെ അർത്ഥം? കളങ്കാവൽ എന്ന പേര് കാളിയൂട്ട് എന്ന ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരു അനുഷ്ഠാന കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഉത്സവം പ്രധാനമായും തെക്കൻ കേരളത്തിലെ വെള്ളായണി ദേവി ക്ഷേത്രം പോലുള്ള ക്ഷേത്രങ്ങളിലാണ് നടക്കുന്നത്. ഈ അനുഷ്ഠാനത്തിൽ ഭദ്രകാളി ദേവി ദാരികൻ എന്ന അസുരനെ തേടി പോകുന്നു. ദാരികനെ തേടി രാത്രിയിൽ ദേവി നടത്തുന്ന ഈ തീവ്രമായ ഓട്ടത്തെയാണ് കളങ്കാവൽ എന്ന് വിളിക്കുന്നത്. മമ്മൂട്ടി തന്നെ പറയുന്നു, ഞങ്ങളുടെ സിനിമയിലും ദാരികനെ തേടുന്ന ഒരു ഭദ്രകാളിയുണ്ട്. പുരാണ കഥയിൽ പറയുന്നത് പ്രകാരം അസുരനായ ദാരികൻ ശിവനിൽ നിന്നും ഒരു വരം മേടിക്കുന്നു. തന്നെ കൊല്ലാൻ പ്രായപൂർത്തിയായവർക്കോ അല്ലെങ്കിൽ സ്ത്രീകൾക്കോ മാത്രമേ സാധിക്കൂ. ദാരികന്റെ ആക്രമണങ്ങളും കൊലകളും കാരണം പൊറുതിമുട്ടിയ ശിവൻ പാർവതിയെ ഉഗ്രകോപിയായ ഭദ്രകാളിയായി ദാരികനെ വധിക്കാൻ ഏൽപ്പിക്കുന്നു. സിമ്പിളായി പറഞ്ഞാൽ സിനിമയുടെ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് ഇത് വേട്ടക്കാരന്റെയും രാക്ഷസിന്റെയും കഥയാണെന്നാണ്. ഈ വേട്ടക്കാരൻ പോലീസുകാരനാവാം, ഒരു ഇരയാവാം. ഈ അനുഷ്ഠാനപരമായ ബന്ധം കുറ്റാന്വേഷണമായി മാറുമ്പോൾ നമുക്ക് സിനിമ വല്ലാത്തൊരു അനുഭവമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, വില്ലനെ തേടി വരുന്ന പോലീസ്, അവിടെ ഓൾഡ് റെട്രോ സോങ് ഒക്കെ ആസ്വദിച്ച് സിഗരറ്റ് വലിച്ച് ശാന്തനായിരിക്കുന്ന നമ്മുടെ മമ്മൂട്ടി. എ പീക്ക് വില്ലൻ ഈസ് കമ്മിങ്. ഇനി നമുക്ക് വിനായകനെ കുറിച്ച് സംസാരിക്കാം. വിനായകൻ ചിത്രത്തിൽ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായാണ് എത്തുന്നത്. ഇദ്ദേഹം കഥയിലെ നിയമവ്യവസ്ഥയുടെ ഭാഗത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. വിനായകൻ അഭിമുഖങ്ങളിൽ പറഞ്ഞത് താൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും ടഫായിട്ടുള്ള വേഷങ്ങളിൽ ഒന്നാണിതെന്നാണ്. കാരണം സംവിധായകൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് നിയന്ത്രിതമായി അഭിനയിക്കാനാണ്. വിനായകൻ പറയുന്നത് ലൗഡായി അഭിനയിക്കാൻ തനിക്ക് വലിയ ഇഷ്ടമാണെന്നാണ്. ഇവിടെ ഡയറക്ടർ അദ്ദേഹത്തോട് പറഞ്ഞത് വളരെ നിയന്ത്രിതമായി പറയുന്നത് പോലെ ചെയ്യാനായിരുന്നു. വിനായകന്റെ ക്യാരക്ടർ നിയമങ്ങൾക്കും ചിട്ടകൾക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരാളായിരിക്കും. സമൂഹത്തിന്റെ ധാർമ്മിക അതിരുകൾക്ക് പുറത്ത് ജീവിക്കുന്ന അങ്ങേയറ്റത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രമായി ഏറ്റുമുട്ടുന്നയാൾ. ഈ വേഷത്തിനായി തന്റെ പേര് മമ്മൂട്ടി തന്നെയാണ് നിർദ്ദേശിച്ചതെന്നും അത് തന്റെ കരിയറിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്നും വിനായകൻ വെളിപ്പെടുത്തിയിരുന്നു. സംവിധായകൻ ജിതിൻ കെ ജോസ് ആദ്യം സിനിമയുടെ കഥ പറഞ്ഞത് പൃഥ്വിരാജ് സുകുമാരനോടാണ്. ആ സമയത്ത് സംവിധായകന്റെ മനസ്സിൽ 2 പ്രധാന പുരുഷ കഥാപാത്രങ്ങളുണ്ടായിരുന്നു. സംഭാഷണത്തിനിടയിൽ ജിതിൻ ഒരു കഥാപാത്രം പൃഥ്വിരാജിനോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. മറ്റേ കഥാപാത്രത്തെക്കുറിച്ച് സംവിധായകൻ പറയുന്നതിന് മുന്നേ ആ കഥാപാത്രത്തിന് മമ്മൂട്ടിയായിരിക്കും ഏറ്റവും അനുയോജ്യനെന്ന് പൃഥ്വിരാജ് തന്നെ നിർദ്ദേശിച്ചു. എന്നാൽ പിന്നീട് എമ്പുരാൻ സിനിമയുടെ ഡേറ്റ് പ്രശ്നങ്ങൾ കാരണം പൃഥ്വിരാജിന് ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞില്ല. മമ്മൂട്ടി സിനിമയിൽ വന്ന ശേഷം അദ്ദേഹം കൂടുതൽ ഡാർക്ക് സൈഡ് കഥാപാത്രം തെരഞ്ഞെടുക്കുകയായിരുന്നു. അതിനുശേഷം മറ്റു പ്രധാന വേഷത്തിനായി അദ്ദേഹം വിനായകനെ തന്നെ നിർദ്ദേശിച്ചു. ജിതിൻ കെ ജോസ് ഒരു സാധാരണ പുതുമുഖമല്ല. അദ്ദേഹം ഇതിനു മുമ്പ് ദുൽഖർ സൽമാന്റെ കുറുപ്പ് എന്ന സിനിമയുടെ കഥ എഴുതിയ ആളാണ്. കുറ്റാന്വേഷണ കഥകളിൽ അദ്ദേഹത്തിന് നല്ല പരിചയമുണ്ട്. ജിതിൻ പറയുന്നത് ഒന്നിലധികം യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കളങ്കാവൽ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ്. എങ്കിലും ഇതൊരു നേരിട്ടുള്ള യഥാർത്ഥ ക്രൈം കഥയുടെ ആവിഷ്കാരമല്ല. പകരം യഥാർത്ഥ പാറ്റേണുകൾ, യഥാർത്ഥ സംഭവങ്ങൾ, സാങ്കല്പിക ഘടകങ്ങൾ എന്നിവയെല്ലാം കൂട്ടിച്ചേർത്ത് വിശ്വസനീയവും എന്നാൽ ഭയം ജനിപ്പിക്കുന്നതുമായ ഒരു ലോകം സൃഷ്ടിക്കാനാണ് സിനിമ ശ്രമിച്ചിട്ടുള്ളത്. മമ്മൂട്ടി ഈ കഥാപാത്രത്തിന് പുതിയൊരു മാനം നൽകി. സിനിമ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു സ്ലോ ബേൺ ശൈലിയിലാണ്. പെട്ടെന്നുള്ള ജംപ് സ്കെയറുകൾ നൽകുന്ന ത്രില്ലർ അല്ല ഇത്, മറിച്ച് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ചർമ്മത്തിനടിയിലൂടെ ഇഴഞ്ഞു കയറുന്ന ഒരുതരം പിരിമുറുക്കം നൽകുന്ന സിനിമയായിരിക്കും കളങ്കാവലെന്ന് പടത്തിൽ മമ്മൂട്ടി, വിനായകൻ, മീര ജാസ്മിൻ, രജിഷ വിജയൻ, അസീസ് നെടുവങ്ങാട്, ബിജു പപ്പൻ തുടങ്ങി ഒട്ടനവധി പ്രതിഭകൾ അഭിനയിച്ചിട്ടുണ്ട്. സംഗീതം ചെയ്തിരിക്കുന്നത് മുജീദ് മജീദാണ്. കിഷ്കിന്ദ കാണ്ഡത്തിലൂടെയും എക്കോയിലൂടെയും നമ്മളെ ഞെട്ടിച്ച മജീദ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. പൊതുവേദികളിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസർ പോലുള്ള അസുഖങ്ങളാണോ എന്ന് ഊഹങ്ങൾ വരെ വന്നു. അദ്ദേഹത്തിന്റെ ടീം ഇത് അഭ്യൂഹങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞെങ്കിലും ആരാധകർക്ക് വലിയ ആശങ്കകൾ ഉണ്ടാക്കിയിരുന്നു. അടുത്തിടെ അദ്ദേഹം സുഖം പ്രാപിച്ച സെറ്റുകൾ തിരിച്ചെത്തിയ വിവരം സ്ഥിരീകരിക്കുകയും മോഹൻലാൽ, പൃഥ്വിരാജ് തുടങ്ങിയ സഹപ്രവർത്തകർ പരസ്യമായി തിരിച്ചുവരെ ആഘോഷിക്കുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കളങ്കാവൽ വെറുമൊരു സിനിമ മാത്രമല്ല, 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ വലിയ റിലീസാണ്. സുരക്ഷിതമായ ഹീറോ ഇമേജിന് പകരം വെല്ലുവിളികളും അപകട സാധ്യതയുമുള്ള ബോൾഡ് കഥാപാത്രങ്ങൾ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കുറച്ച് വർഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ആരാധകരെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി എന്ന നായകനൊപ്പം മാത്രമല്ല, നടൻ എന്ന നിലയിൽ എത്ര ദൂരം യാത്ര ചെയ്യാൻ അവർ തയ്യാറാണ് എന്നതിന്റെ ഒരു പരീക്ഷണം കൂടിയായിരിക്കും ഈ ചിത്രം. അപ്പോൾ എന്താണ് ശരിക്കും കളങ്കാവൽ? ഒരു വശത്ത് നമുക്കുള്ളത് ഒരു ഗ്രാമം, ഒരു കലാപം, ഒരു അന്വേഷണം, ഭദ്രകാളി ദാരികനെ വേട്ടയാടുന്ന ഒരു അനുഷ്ഠാനം, ഒരു മനുഷ്യനായി ബന്ധമുള്ള 21 സ്ത്രീകൾ, കഥയിലൂടെ നിശബ്ദമായി നീങ്ങുന്ന സയനൈഡ്. മറുവശത്തോ എൻ്റെ കഥാപാത്രം ഒരു നല്ല ക്യാരക്ടർ അല്ല എന്ന് പറയുന്ന മമ്മൂട്ടി, ഒപ്പം
കൊലപാതകത്തിലെ ആനന്ദത്തെക്കുറിച്ച് ശാന്തമായി സംസാരിക്കുന്ന ടീസറും. ചിലർ പറയുന്നു അദ്ദേഹം സയനൈഡ് മോഹനെയാണ് അവതരിപ്പിക്കുന്നത് എന്ന്. എന്നാൽ സിനിമയുടെ അണിയറ പ്രേക്ഷകർ പറയുന്നത് ഇതൊരു യഥാർത്ഥ കഥയല്ല എന്നാണ്. ഒരുപക്ഷേ സത്യം ഇതിനെല്ലാം ഇടയിലുള്ള എവിടെയോ ആകാം. മമ്മൂട്ടിയുടെ പുഞ്ചിരിക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഈ വിഷയം ഡിസംബർ 5-ന് കളങ്കാവൽ ആരംഭിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. ആരാണ് വേട്ടക്കാരൻ, ആരാണ് രാക്ഷസൻ? ഈ കുറ്റകൃത്യത്തിന്റെയും നീതിയുടെയും അനുഷ്ഠാനത്തിൽ മമ്മൂട്ടി യഥാർത്ഥത്തിൽ ആരുടെ പക്ഷത്താണ്? കളങ്കാവൽ സയനൈഡ് മോഹന്റെ കഥയുമായി രഹസ്യബന്ധമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ ഇത് പൂർണ്ണമായും ഒരു സാങ്കല്പിക കഥ മാത്രമാണോ? കമന്റ് ചെയ്യൂ. പടം റിലീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, ഹേസന.